നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു UC സ്റ്റാൻഡേർഡ് പഴയ മോഡലാണ് BS3 വണ്ടിയാണ്. അതിൻ്റെ മൈലേജാണ് കാണിക്കാൻ പോകുന്നത്. ഇത് 100 പെട്രോളാണ് എടുത്തേക്കുന്നത്. ഹൈവേ മൈലേജാണ് ഉപയോഗിക്കുന്നത്. ഹൈവേ മൈലേജിന് എക്സ്പ്രസ് ഹൈവേ അല്ല, കറക്റ്റ് നോർമൽ ഹൈവേ ആണ്. അത്യാവശ്യം തിരക്കുള്ള ഹൈവേ തന്നെയാണ്, എന്നാലും വല്ല ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 100 പെട്രോൾ എടുത്തേക്കുന്നത്. സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ചെറിയ ഇതിലൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്കൊരു ആവറേജ് മൈലേജ് കിട്ടും. ഒരു UC നല്ല ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി എത്ര മൈലേജ് കിട്ടും എന്നുള്ളത്. അപ്പം നമുക്കിത് നോക്കാം. 798.3 കിടക്കുന്നത്. അപ്പോൾ 100 കിലോമീറ്ററിൽ ഒരു 100 ml എത്രയാണ് കിട്ടുന്നതനുസരിച്ച് 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് കിട്ടും. ഓക്കെ, നമുക്ക് ഇതെല്ലാം നോക്കാം. ഇപ്പോൾ വണ്ടിയിൽ കാർബറേറ്ററിലെ പെട്രോളൊക്കെ തീർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺ ചെയ്യാണ്, നോക്കുക. ഇതാ ഇപ്പോൾ ഇറങ്ങി പോകുന്നുള്ളൂ. $798.3. പിന്നെ മൈലേജ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെറിയ ഓട്ടത്തിനൊക്കെയാണ് മൈലേജ് കിട്ടില്ല കേട്ടോ. അപ്പോൾ 5 കിലോമീറ്റർ ഡെയിലി 2-3 കിലോമീറ്റർ മാത്രം ഓടുന്ന വണ്ടികളാണെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് കിട്ടില്ല. കാരണം ഓപ്റ്റിമൽ ടെമ്പറേച്ചർ പെർഫോമൻസിൻ്റെ കിട്ടണമെങ്കിൽ ഓപ്റ്റിമൽ ടെമ്പറേച്ചറിൽ എത്തിയാൽ പിന്നെ കറണ്ടിൻ്റെ കറക്റ്റ് ആ ഒരു മൈലേജ് കിട്ടുള്ളൂ. അത് മിനിമം ഒരു 5 കിലോമീറ്ററിൽ വണ്ടി ഓടണം എന്നാണ് പിന്നെ എൻ്റെ അറിവ്. ഒരു 5 കിലോമീറ്റർ മിനിമം ഓടാതെ നമുക്ക് വണ്ടി കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറിൽ എത്താതെ നിങ്ങൾക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടില്ല. അപ്പോൾ ചെറിയ ഓട്ടം ഓടിയിട്ട് നമ്മൾ 1-2 കിലോമീറ്റർ മാത്രം 3 കിലോമീറ്ററൊക്കെ ഡെയിലി ഓടുന്ന ആളുകളാണ് എന്തായാലും മൈലേജ് ഉണ്ടാവില്ല കേട്ടോ. ഹൈവേയിൽ ഒറ്റ സ്ട്രെച്ചിലെടുത്ത് പോകുന്ന ആളുകൾക്ക് അപ്പോൾ ആ ഒരു ഈ മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എത്ര പറയാം മൈലേജ് പറയുന്നതെങ്കിലും കൂടെ ആരും അന്താളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഹീറ്റാക്കിയ ഹീറ്റാക്കിയ വണ്ടിയാണ്, അതിലേക്കാണ് പെട്രോൾ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം മൈലേജ് ഇത് ഔട്ട് നമുക്ക് തരും. ഈ വണ്ടി കറക്റ്റ് ട്യൂണിംഗ് ആണ്. 2 വീലും ജാമും കാര്യങ്ങളും ഒന്നുമില്ല. ബ്രേക്കൊക്കെ ഓക്കെയാണ്. ചെയിനിൻ്റെ പ്ലേ ഒക്കെ കറക്റ്റ് പ്ലേ ആണുള്ളത്. അതുകൊണ്ട് മാക്സിമം മൈലേജ് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്പീഡ് പെട്രോളാണ് ഉപയോഗിച്ചേക്കുന്നത്, ഭാരതിൻ്റെ. ഭാരതിൻ്റെ സ്പീഡ് പെട്രോളിൽ എത്തനോളുണ്ട്. അപ്പോൾ എത്തനോൾ ഉണ്ടെങ്കിലും കൂടെ അത് മൈലേജിന് വല്ലാതെ ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഏതായാലും ഞാൻ പല വണ്ടികളായിട്ട് മാറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിലിപ്പം ചെയ്ത വണ്ടിയിൽ ഈ വണ്ടിയിൽ ചെയ്തപ്പോൾ മൈലേജിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എത്തനോളും ഒരു ഫ്ലെയിമബിൾ സാധനമാണല്ലോ, വെറും പച്ചവെള്ളമല്ലല്ലോ. പല ആളുകളും പല രീതിയിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ 20% മൈലേജ് കുറയുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വാസ്തവമല്ല എന്നാണ് എനിക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലായത്. അപ്പോൾ മൈലേജിനെ വല്ലാതെ ബാധിക്കുന്നൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരെങ്ങനെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ ടെസ്റ്റിൽ മൈലേജിനെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സ്പീഡ് പെട്രോൾ എത്തനോൾ ഒഴിവാക്കിയിട്ടൊരു പെട്രോൾ നോക്കി. അതിലും സാധാരണ റോയൽ എൻഫീൽഡൊക്കെ പ്രതീക്ഷിക്കാവുന്ന മൈലേജ് തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഈ മൈലേജ് ടെസ്റ്റ് എടുക്കുന്ന സോളോ അല്ല, പില്ലൻ റൈഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് വണ്ടിയിലുണ്ട്. എന്നിട്ട് ഈ മൈലേജ് കിട്ടുക എന്നുണ്ടെങ്കിൽ സോളോ റൈഡിങ്ങാണ് കുറച്ചുകൂടെ ഒന്ന് മൈലേജ് കിട്ടും. ഏതൊരു വണ്ടിയും ലോഡ് കൂടുന്നതനുസരിച്ച് താരതമ്യേന മൈലേജ് കുറയും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ടയർ പ്രഷർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ എയർ അടിച്ചു കറക്റ്റായിട്ട് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും അതിൻ്റെ ആ ഒരു കമ്പനി റെക്കമെൻഡ് പിന്നെ ഇതിൽ തന്നെ PSI തന്നെ വെക്കാൻ നോക്കുക. ഇപ്പോൾ ടയർ പ്രഷർ മൈലേജ് നല്ല രീതിയിൽ ബാധിക്കുന്നൊരിതാണ്. പിന്നെ 10% ബാധിക്കുന്നൊരു വിഷയമാണ് എയർ ഫിൽറ്റർ എന്നുള്ളത്. പിന്നെ സ്പാർക്ക് പ്ലഗ് കറക്റ്റ് പീരിയോഡിക്കലായിട്ട് മാറ്റി കൊടുക്കുക. ടിൻ സ്പാർക്കാണ് 2 സ്പാർക്ക് പ്ലഗ് മാറ്റി കൊടുക്കുക. അതുമാതിരി എയർ ഫിൽറ്റർ മാറ്റി കൊടുക്കുക. ഓയിൽ ഫിൽറ്റർ ഓയിൽ നല്ല ബ്രാൻഡഡ് ഓയിലാവുക എന്നുള്ളതും മൈലേജിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്.
കാർബറേറ്ററിൻ്റെ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് കൊണ്ടുവരിക. അതേമാതിരി 2 വീലും എപ്പോഴും ഫ്രീ ആയി നിൽക്കുക. അതായത് ബ്രേക്ക് ജാമിങ് ഇല്ലാതെ നിൽക്കുക എന്നുള്ളതാണ്. അതുമാതിരി ചെയിനിൻ്റെ ടൈറ്റനിങ് ഓവർ ടൈറ്റ് ആണെങ്കിലും വണ്ടിക്ക് പ്രശ്നമാണ്, ഓവർ ലൂസ് ആണെങ്കിലും വണ്ടിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഓവർ ടൈറ്റ് ആവാതെയും ഓവർ ലൂസ് ആവാതെയും 25 to 30 mm പ്ലേയിൽ ചെയിൻ ടൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മൈലേജിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഈ മൈലേജ് ചെയ്യുന്ന സാധാരണഗതിയിലൊരു ഹൈവേയിലൂടെ പോണ സമയത്ത് അത്യാവശ്യം ചെറിയ ബ്രേക്കിംഗ് ആവശ്യമുണ്ടാവും, ചെറിയ രീതിയിൽ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ആ രീതിയിലൊക്കെ ഓടിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു റോയിഞ്ഞ റോഡിലൂടെ ഓടിച്ചിട്ടുള്ള മൈലേജ് അല്ല ഇത് പറയുന്നത്. ഒരു നോർമൽ റണ്ണിങ് കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് റൈഡ് ചെയ്യുക, ആ രീതിയിലുള്ള റൈഡിങ് ആണ് അതേ മൈലേജിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും കാണിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇതിലോ കഴിഞ്ഞു. ഇനി എത്ര ഓടും നോക്കാം. ഫോർട്ടി എബോവ് ആണ് മാക്സിമം ഞാൻ സ്പീഡ് പിടിക്കുന്നത്. 40 to 50 എബോവ് ആണ്. സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ സ്പീഡിൽ പിടിക്കുന്നത് കേട്ടോ. ക്ലാസിക്കാണ് 50ൻ്റെ മുകളിൽ പോയാൽ മാത്രമേ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു കേട്ടോ. എൺപത് 803.8 നോക്കുക. അപ്പം എത്ര കിലോമീറ്ററാണെന്ന് നോക്കാം. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ E20 പെട്രോൾ. E20 എന്നുള്ള സാധാ HP പെട്രോളാണ്. മറ്റേ ഭാരതിൻ്റെ സ്പീഡായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് നോക്കാം കേട്ടോ. 5.55 കിലോമീറ്ററാണ് നമുക്ക് അതിൽ മൈലേജ് കിട്ടിയേക്കുന്നത്. ഹൈവേയിൽ 55 കിലോമീറ്റർ മൈലേജ് കിട്ടുക എന്നുള്ളെങ്കിൽ ഒരു 45 കിലോമീറ്റർ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടി നിങ്ങൾക്ക് കൂളായിട്ട് പിന്നെ മിക്സർ റൂട്ടിൽ ഓടിക്കാൻ പറ്റും കേട്ടോ. UC വണ്ടിയുടെ മൈലേജാണ് പറഞ്ഞത്. അതെല്ലാ വണ്ടിക്കും അത് കിട്ടില്ല, അത് മനസ്സിലാക്കുക. ഇപ്പോൾ ബുള്ളറ്റ് മൈലേജ് ഇല്ല എന്നുള്ളതിൻ്റെ അത് പഴയ വണ്ടിയാണിത് കേട്ടോ, പുതിയ വണ്ടിയല്ല ഈ മൈലേജ് കാണിക്കുന്നത്. അപ്പോൾ സർവീസൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മൈലേജ് കിട്ടും, ഒരു സംശയം വേണ്ട. അത് കിട്ടുന്നില്ല എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓടുക. എല്ലാ കാര്യം എന്തൊക്കെ വർക്കാണ് വേണ്ട വർക്കൊക്കെ എടുത്ത് ഓടുക. അങ്ങനെ ഡെയിലി ഇത് പൈസ പോകുന്ന വിഷയമാണിത് മൈലേജിൻ്റെ കാര്യത്തിലേ. ഡെയിലി 100 രൂപ അധികമായ മാസം 3000 ആയില്ലേ, ഒരു വർഷത്തിൽ 30,000 രൂപ 36,000 രൂപയില്ലേ. അപ്പോൾ അത്ര തന്നെ വണ്ടിയുള്ള ഇതിൻ്റെ വർക്ക് എടുത്ത് റെഡിയാക്കി എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് 100 പെട്രോൾ ആയിട്ടുണ്ട്. ഇത് എത്തനോളുള്ള സാധാ പെട്രോളാണ്. മറ്റേ എത്തനോളുണ്ട്, പക്ഷേ ഇത് സ്പീഡ് പെട്രോളാണ്. മറ്റേ സ്പീഡ് പെട്രോൾ ആയിരുന്നു, ഇത് നോർമൽ പെട്രോളാണ്. അപ്പോൾ സ്പീഡ് അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓൺ ചെയ്യാണ്, ഓൺ ചെയ്തു. ഓക്കെ, ഓൺ ചെയ്തു. അപ്പോൾ 803.8. ഓക്കെ, അത് നോക്കാം. അതിരിക്കുകയാണ്. അപ്പോൾ അതേ ഹൈവേ റൈഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പീഡൊക്കെ ഒരു 7 രൂപ 8 രൂപ അധികം കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും മാറ്റം, പെർഫോമൻസിനൊക്കെ വല്ല മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ,
കാരണം എത്തനോൾ രണ്ടിലും ഉണ്ട്. ഒക്ടെയിൻ ലെവൽ കുറച്ച് കൂടുതലായിരിക്കാം, എന്നാലും മൈലേജ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് പെർഫോമൻസ് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുകയാണെങ്കിൽ ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മൈലേജും കൂടെ കിട്ടിയാൽ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളല്ലോ. അപ്പോൾ എത്തനോൾ രണ്ടിലും സെയിം ആയതുകൊണ്ട് തന്നെ അതിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ആരും സ്പീഡ് പെട്രോൾ അടിക്കേണ്ട. അതിന് XP100 വേണം. XP100 എവിടുന്നേലും കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. കിട്ടിയിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫലത്തിൽ എത്തനോൾ മൈലേജ് കുറയ്ക്കുന്നൊന്നുണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മൈലേജ് കുറയുന്നൊന്നുമില്ല. അപ്പം ഞാൻ നോക്കുന്നത് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ടെന്നല്ല. സെയിം റൂട്ടിന് തിരിച്ച് പോവുകയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ആൾ തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് തോന്നുന്നു സ്പീഡ് പെട്രോളിൽ എത്തനോൾ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അടിക്കുന്ന ആളുകളല്ല. എത്തനോളിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്ന് കരുതിയിട്ടൊക്കെ പെട്രോൾ അടിച്ച് സ്പീഡ് പെട്രോൾ വെറുതെ 6-7 രൂപ കൊടുത്ത് അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എത്തനോൾ രണ്ടിലും സെയിം ആണ്, 20% തന്നെയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടിലും 20% ആണ് കിട്ടിയത്. പിന്നെ അത് മൈലേജിൻ്റെ കാര്യത്തിലും കൂടെ മാറ്റമല്ല എങ്കിൽ പിന്നെ വെറുതെ പൈസ കളയുന്നൊരു കാര്യമില്ല. കഴിഞ്ഞു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 3.8 10 എത്രയെന്നുള്ളത് കറക്റ്റ് കാണുന്നില്ലല്ലോ. ഇപ്പോൾ 10.3 ഇതിൽ കാണുന്നത്. 10.3 എന്ന് പറഞ്ഞാൽ നമ്മൾ 3.8 തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോക്കുക 65 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജാണ് ഹൈവേയിൽ ഈ സ്റ്റാൻഡേർഡ് മൈലേജ് തരുന്നത്. അത് ഏത് പെട്രോള്? HP-യുടെ E20 പെട്രോൾ. അപ്പോൾ ഇതെന്താണ് സ്പീഡ് പെട്രോൾ എന്നിട്ടുള്ള മാറ്റം എനിക്കറിയില്ല. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള പെട്രോൾ ഒഴിച്ചു. ഇതിൽ പിന്നെ സാധാ ഭാരതിൻ്റെ സ്പീഡ് പെട്രോൾ അടിച്ചു. എനിക്ക് കിട്ടിയ 55 കിലോമീറ്റർ മൈലേജാണ്. ഹൈവേ മൈലേജാണ് പറയുന്നത്. നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആണ്, ഗിയർ ഡൗണിങ് ഒന്നുമില്ല. സാധാരണ ഒരു സ്പീഡിൽ ഒരു 50-60 സ്പീഡിൽ മാത്രം വന്ന വണ്ടിയാണെങ്കിൽ മീറ്റർ നോക്കി അറിയാം. 40-ൻ്റെ 50-ൻ്റെ 60-ൻ്റെ ഇടയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ E20-യുടെ HP-യുടെ പെട്രോൾ എനിക്ക് കിട്ടിയ മൈലേജ് പറഞ്ഞാൽ 65 കിലോമീറ്ററാണ് മൈലേജ് കിട്ടിയേക്കുന്നത്. പിന്നെ അത് ട്രാഫിക്കിൻ്റെ സമയത്ത് കിട്ടില്ല കേട്ടോ. നോർമൽ 60 കിലോമീറ്റർ കറക്റ്റ് ഈ UC സ്റ്റാൻഡ് കാണുന്നുണ്ട്. ഇതിൽ വേറെ യാതൊരു കള്ളത്തരവുമില്ല. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന സ്പീഡ് പെട്രോളിൽ വെറും 55 10 കിലോമീറ്ററിൻ്റെ മാറ്റമാണ് വരുന്നത് 1 ലിറ്ററിന് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ വണ്ടിയിലൊന്നും അടിച്ചിട്ടും ഡിഫറൻറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക, തീരുമാനിക്കുക. എനിക്ക് കിട്ടിയത് അങ്ങോട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള ബ്രാൻഡിൻ്റെ പെട്രോളുമായിട്ട് J സീരീസ് വണ്ടികളെക്കുറിച്ചോ ക്ലാസിക്കിൻ്റെ മൈലേജ് ടെസ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോപ്പർ ചെയ്ത് കാർബറേറ്റർ പുതിയ വെച്ചിട്ട് ട്യൂൺ ചെയ്ത് എടുത്തിട്ടുള്ളൊരു വണ്ടിയുടെ മൈലേജാണ് ഞാൻ പറയുന്നത്. എല്ലാ വണ്ടിക്ക് ഇത് കിട്ടില്ല. നിങ്ങളുടെ വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കാർബറേറ്റർ കറക്റ്റ് ട്യൂൺ ചെയ്ത് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് നോക്കിയതിന് ശേഷം മാത്രം മൈലേജിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.